അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി ഖുദ് ബിയദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരികനാ വആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ ജന്നത്തുൽ ബഖീ യഥാർത്ഥത്തിൽ ഭൂമിയിലെ സ്വർഗം തന്നെയാണത്. മഹാന്മാരുടെ ഖബറുകൾ, മസാറുകൾ യഥാർത്ഥത്തിൽ സ്വർഗീയ ആരാമമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖബർ ഒന്നിരികിൽ അത് സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കും എന്ന് മുത്തുനബി പഠിപ്പിച്ചു. അങ്ങനെയുള്ള സ്വർഗീയ ആരാമങ്ങളാകുന്ന നിരവധി മഹത്തുക്കളുടെ ഖബറുകൾ ഉൾക്കൊള്ളുന്ന ജന്നത്തുൽ ബഖീ ഒരുപാട് മഹാന്മാർ അതിലുണ്ട്. അതിൽപ്പെട്ട ആദ്യമായി ഖബറടക്കപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹുവിനെ കുറിച്ച് നാം ഓർമ്മപ്പെടുത്തിയിരുന്നു. അദ്ദേഹമാണ് ഹിജറയ്ക്ക് ശേഷം ഒന്നാമതായി മരിച്ച സ്വഹാബി അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ബഖീൽ ആദ്യമായി എത്തുന്നതും അദ്ദേഹം തന്നെയാണ്. ഹിജറ 1-ാം വർഷത്തിൽ വഫാത്തായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു 2 അഖബ ഉടമ്പടികളിലും പങ്കെടുത്തിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ പ്രതിനിധിയും നായകനുമായിരുന്നു മഹാനവറുകൾ. രണ്ടാമതായി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു, നമ്മൾ പറഞ്ഞല്ലോ, എത്യോപ്യയിലുള്ള 1-ാം ഹിജറയിൽ പങ്കെടുത്ത ഈ മഹാൻ ബഖീൽ ഒന്നാമതായി ഖബറടക്കപ്പെട്ട മുഹാജിറുകളിൽപ്പെട്ട ആളാണ്. ഹിജറ 2-ാം വർഷത്തിലായിരുന്നു അവിടുത്തെ വഫാത്ത്. ഹദീസിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഖബർ വളരെ ഉയരത്തിൽ സ്വഹാബത്ത് കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാട്ടം ചാടുന്ന ആള് മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളായിരുന്നു എന്ന് ഹദീസ് നമ്മെ ത്വര്യപ്പെടുത്തുന്നു. അത്രയും വലിയ മഹത്വം മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായി കുനൈസ് ബിൻ ഹുദാഫ് റളിയല്ലാഹുവിൻ്റെ ഖബറാണ്. ബഗൽ പങ്കെടുത്ത ഖുറൈശി സ്വഹാബി, ഇസ്ലാമിൽ മുമ്പന്മാരിൽപ്പെട്ട ആളും എത്യോപ്യയിലേക്കും മദീനയിലേക്കും ഹിജറ നടത്തിയ മുഹാജിറുകളിൽപ്പെട്ട ആളുമാണ്. ഉഹദിലെ ഏറ്റവും മുറിവ് നിമിത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ബഖീൽ ഉസ്മാൻ ബിൻ മദ്ഊന്റെ സമീപത്ത് തന്നെയാണ് അദ്ദേഹവും ഉള്ളത്. നാലാമതായി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ബഖീൽ എത്തുന്നത്. തൻ്റെ മരണനിമിത്തം അർശ് പുളകം കൊണ്ട മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ ഇറങ്ങിയുണ്ടായി എന്ന് മഹാന്മാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹിജറ 5-ാം വർഷത്തിലായിരുന്നു മഹാന്റെ മരണം. ബഖീൽ അദ്ദേഹം എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 സന്താനങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, റുഖയ്യ റളിയല്ലാഹു, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം റളിയല്ലാഹു ഇവരുടെ ഖബറുകൾ ബഖീൽ വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ട്. 6-മതായി ഖദീജ റളിയല്ലാഹു അൻഹ, മൈമൂന ഹിലാലിയ റളിയല്ലാഹു അൻഹ എന്നിവരെ ഒഴിച്ചുള്ള മറ്റു പ്രവാചക പത്നിമാർ. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹ ഖബർ മക്കയിലെ ശ്മശാനമായ മുഅല്ലാത്തിലും, മൈമൂന ബീബി റളിയല്ലാഹു അൻഹ ഖബർ തൻഈമിനടുത്ത് മക്കയിൽ നിന്ന് 6 മൈൽ അകലെയുള്ള സറഫ് എന്ന സ്ഥലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാര്യമാര്, ആയിഷ ബീബി അടക്കമുള്ള എല്ലാ ഭാര്യമാരും ബഖീൽ ഉറക്കത്തിലാണ് അന്തിയുറങ്ങുന്നത്. ഫാത്തിമ ബിന്ദു അസദ്, നമുക്കറിയാം, ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു. അബൂ താലിബിൻ്റെ ഭാര്യയും, അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ജാഫർ, അഖീൽ എന്നിവരുടെ മാതാവുമാണ് ഈ മഹദി. അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചും വല്ലാതെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം വസ്ത്രത്തിൽ അവരെ കഫൻ ചെയ്യുകയും ഇപ്രകാരം പ്രസ്താവിക്കുകയും ചെയ്തു മഹാനവറുകൾ: അബൂ താലിബിന് ശേഷം ഇവരെക്കാൾ എനിക്ക് നന്മ ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി ഫാത്തിമത്ത് ബിന്ത് അസദ്, എൻ്റെ ഉമ്മ ഫാത്തിമ ബിന്ത് അസദിന് നീ പുറത്തു കൊടുക്കണമേ, അത് എൻ്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായിരുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ ഖബറിൽ ഇറങ്ങി കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ നമുക്ക് ദർശിക്കാനൊക്കും. വലിയ മഹത്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ആ മഹദിയുടെ ഖബർ ബഖയിലാണ്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹദിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായിയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അവരുടെ ഏകോദര സഹോദരിയും സുബൈർ ഇബ്നുൽ അവ്വാം എന്ന അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട വലിയ മഹാന്റെ ഉമ്മയാണ് സഫിയ ബീവി. മാത്രമല്ല അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മക്കയും മദീനയും ഭരണം നടത്തിയ വലിയ മഹാനും പ്രമുഖരായ 4 സ്വഹാബികൾപ്പെട്ട അറിയപ്പെട്ട പണ്ഡിത നേതാവുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയമ്മയാണ് മഹാനായ സഫിയ ബീവി. പോരാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ്. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ മഹദിക്കുണ്ട്. അങ്ങനെയുള്ള മഹദി പല യുദ്ധങ്ങളിലും ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ വാളുമായി പുരുഷന്മാരെ പോലും വെല്ലുന്ന രീതിയിലുള്ള പ്രകടനം നടത്തിയിട്ടുള്ള, എന്തിനും ഇസ്ലാമിന് വേണ്ടി എന്തിനും തയ്യാറുള്ള മഹദിയായിരുന്നു ആ മഹദി എന്ന് നമുക്കറിയാം. അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. 9-ാമതായി പറയുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിയുടെ 2 ഏറ്റവും വലിയ മഹത്വമുള്ള പിതാവിൻ്റെ സഹോദരന്മാർ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവരെ മുൻനിർത്തി മഹാന്മാരായ സ്വഹാബത്ത് മയക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അത്രയും വലിയ മഹത്വമുള്ള മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവിടെയാണ് ഉള്ളത്. ബക്കീഉൽ ഹാഷിം കുടുംബത്തിൻ്റെ മക്ബറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദർ മുസ്ലിങ്ങളിൽപ്പെട്ട 2 ഹിജ്റകളും നടത്തിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത, ബദറിൽ അബൂജഹലിൻ്റെ അഫ്രാഇൻ്റെ 2 പുത്രന്മാർ വെട്ടിവീഴ്ത്തിയ ശേഷം ഗളച്ഛേദം കഴുത്ത് അറുത്ത് മാറ്റിയിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾ, ചെറുപ്പക്കാരായ സ്വഹാബികളിൽ ലോകത്ത് വിജ്ഞാനം നിറച്ചിട്ടുള്ള 4 പ്രമുഖ അബ്ദുല്ലാഹിമാരിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് മഹാൻ അബ്ദുല്ലാഹി മസ്ഊദ്. മഹാനവറുകൾ അവിടെയാണുള്ളത്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, സ്വർഗ സുവിശേഷകരിൽ 10 പേരിൽ ഒരാളും ഇസ്ലാമിക പ്രഥമാംഗങ്ങളിൽപ്പെട്ടവരും എത്യോപ്യയിലേക്ക് ഇരുപാലായനവും മദീന പാലായനവും നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗങ്ങളിലും പങ്കെടുക്കുകയും ഒരു യുദ്ധം മഹാനവറുകൾ ഒഴിവാക്കിയിട്ടില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് നിസ്കരിച്ചിട്ടുള്ള ഇരുവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മഹാനവറുകളെ ഇമാമു നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുള്ള 2 ആളെ കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ 12-ാമതായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാതാക്കളിൽ പ്രമുഖനും 3-ാം ഖലീഫ, ലോകം കണ്ട വലിയ 4 മഹത്തുക്കളായ ഖലീഫമാരിൽ 3-ാമനും വലിയ ആബിദും മഹാനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ മുസ്ലിം ലോകത്തിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദിന്നൂറൈൻ എന്ന് മുത്ത് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രകാശത്തിൻ്റെ ഉടമ ആ മഹാനും അവിടെയാണുള്ളത്. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധരായ എല്ലാ സയ്യിദുമാരുടെയും പരമ്പര മഹാനവറുകളിലേക്ക് ഏറെക്കുറെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള മഹാൻ ഹിജ്റ 49-ൽ പരലോകം പോകി ബക്കയിൽ ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആദ്യകാല മുസ്ലിങ്ങളിൽപ്പെട്ട മഹാൻ, അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം എഴുതിയിട്ടുള്ള അമ്പ് കുറിക്ക് കൊള്ളുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തൽഫലമായി അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും ഉടനെ തന്നെ അതിന് ഉത്തരം ലഭിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ബക്കീലാണുള്ളത്. അതുപോലെ തന്നെ ഹർറ ശുഹദാക്കൾ മദീന മുനവ്വറയിൽ മദീനയുടെയും ഉമവി ഭരണാധിപനായ യസീദ് ഇബ്നു മുആവിയയുടെയും സൈന്യത്തിൻ്റെ ഇടയ്ക്ക് ഹിജ്റ 63 നടന്നിട്ടുള്ള യുദ്ധമാണ് ഹർറ യുദ്ധം. അതിൽ രക്തസാക്ഷികളായ മഹാന്മാർ ബക്കിയിലുണ്ട്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അൻസാരികൾ ഖസ്റജ് വംശജനും യുവ സഹാബികളിൽ ഏറ്റവും വലിയ പണ്ഡിതനുമാണ് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഖബർ അവിടെയാണ്. ഇനിയും ഒരുപാട് ആളുകൾ അബ്ദുല്ലാഹിബ്നു ജാഫർ ഇബ്നു അബീ ത്വാലിബ് ഖുറൈശി ഗോത്രക്കാരനും ഹാഷിം വംശക്കാരനും അബ്ദുള്ള എത്യോപ്യയിൽ ആദ്യമായി ജനിച്ച ശിശുവാണ് അദ്ദേഹം. ഉമ്മയും ഉപ്പയും എത്യോപ്യയിലേക്ക് ഹിജറ പോവുകയും ഖൈബർ യുദ്ധാനന്തരം സന്താനങ്ങളുമായി മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെ അവിടെ തന്നെ താമസിക്കുകയും ചെയ്ത ഏറ്റവും പ്രസിദ്ധനായ ധർമ്മിഷ്ഠരിൽ ഒരാളായിരുന്നു മഹാനവറുകൾ. എത്രത്തോളം എന്നാൽ ഔദാര്യത്തിന്റെ അച്ചുതണ്ട് എന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് നാമകരണം ചെയ്യുകയുണ്ടായി. ഇനിയും ഒരുപാട് സ്വഹാബികളും അതുപോലെ താബിഈങ്ങൾ പ്രമുഖരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീനക്കാരുടെ ഇമാമാണ്. ഇമാമുകൾ രണ്ടാമത്തെ 300 താബിഈങ്ങളിൽ നിന്ന് 400 താബികളിൽ നിന്നും നേരിട്ട് ഇൽമു പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ അദ്ദേഹം ബക്കീലാണുള്ളത്. ആ മഹത്തുക്കളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു തആല എല്ലാ നിലക്കും ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് ഇസ്ലാമികമായ എല്ലാ ഐഡന്റിറ്റിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.